വഴിത്തിരിവുണ്ടാകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പലപ്പോഴും പറയാറുണ്ട്, ചില ആളുകളുടെ സാന്നിധ്യം, ചില ഓർഗനൈസേഷന്റെ സാന്നിധ്യം, അതുമായിട്ടുള്ള കണക്ഷൻ, അതാണ് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് നിദാനമായത്, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പരമമായൊരു സത്യവുമാണ്. സക്സസ്ഫുൾ ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനുമായി നമുക്കുള്ള കണക്ഷൻ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളമാണ് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഇതുമായി മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർക്കും മനസ്സിലാകാവുന്നതാണ്. ഒരുപക്ഷെ പുതുതായിട്ട് ഇന്ന് കയറി വന്നിട്ടുള്ള ഒരാൾ, അദ്ദേഹം ചിന്തിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, വലിയ സക്സസ് കൊണ്ടുവരാൻ ദൈവികമായ തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ സുഹൃത്തോ ബന്ധുവോ നിങ്ങളെ MI ലൈഫ് സ്റ്റൈലുമായിട്ട് കണക്ട് ആക്കുന്നതും സക്സസ്ഫുൾ ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനുമായി ബന്ധപ്പെടുത്തുന്നതും. നമുക്ക് രാവിലെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രോഗ്രാമുകൾ, അല്ലെങ്കിൽ സക്സസ്ഫുൾ ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ MI ലൈഫ് സ്റ്റൈൽ എന്നുള്ള ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സ് നമ്മോട് പങ്കെടുക്കാൻ പറയുന്ന മറ്റു പ്രോഗ്രാമുകൾ, ഇതെല്ലാം വലിയ രീതിയിലുള്ള നമ്മുടെ പെർസെപ്ഷണൽ ചേഞ്ചസിന് കാരണമാകാറുണ്ട്, കാരണമാകും. അതിൽ യാതൊരു സംശയവും ഇല്ല. എന്താണ് പെർസെപ്ഷണൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരാളുടെ ആന്തരികമായിട്ടുള്ള, അല്ലെങ്കിൽ ഉൾക്കണ്ണുകൊണ്ട്, അല്ലെങ്കിൽ കണ്ണടച്ചാൽ കാണുന്നതിനെയാണ് നമ്മള് ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതം തീർത്തും രണ്ട് ലോകങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. സദാസമയവും രണ്ട് ലോകവുമായിട്ട് ഒരു മനുഷ്യൻ എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. കാര്യം, ബാഹ്യമായ ലോകവുമുണ്ട്, ആന്തരികമായിട്ടുള്ള ലോകവുമുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞു വരുന്നത് ആന്തരികമായ ലോകത്തുള്ള കാര്യങ്ങളാണത്രേ ഒരു കണ്ണാടിയിൽ നമ്മെ കാണുന്നത് പോലെ പുറം ലോകത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് ആന്തരികമായിട്ടുള്ള ലോകത്ത് എന്തെല്ലാം ചേഞ്ചസ് ആണ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്, അതാണ് ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ പണിയെടുക്കേണ്ടത്, യഥാർത്ഥത്തിൽ നമ്മൾ കറക്ഷൻ വരുത്തേണ്ടത് നമ്മുടെ ആന്തരികമായ ലോകമാണ്. ഒരു കമ്പ്യൂട്ടറിന്റെ പ്രിന്ററിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഒരു പ്രിന്ററിൽ നിന്ന് വരുന്ന നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ടിൽ, അല്ലെങ്കിൽ ഒരു പേപ്പർ നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു, ആ പേപ്പർ നമ്മൾ പ്രിന്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോ അതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ, തെറ്റുകൾ ഉണ്ടെങ്കിൽ, ആക്ച്വലി അതെവിടെയാണ് തിരുത്തേണ്ടത്? പലപ്പോഴും നമ്മൾ തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് പ്രിന്റ് ഔട്ടിലാണ്. പ്രിന്റ് കിട്ടിയിട്ടുള്ള ആ വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനാണ് നമ്മൾ ശ്രമിക്കുക. പക്ഷെ അത് എത്ര കാലം നമ്മൾ തിരുത്തിയാലും പിന്നീട് പ്രിന്റ് എടുക്കുമ്പോൾ അതേ തെറ്റ് ആവർത്തിക്കും. അപ്പൊ ആക്ച്വലി അതിന്റെ കറക്ഷൻ നടക്കേണ്ടത് പ്രിന്ററിനകത്തുള്ള പ്രോഗ്രാമിലാണ്. അപ്പൊ ഇവിടെ ഞാനിന്ന് വളരെ കുറച്ച്, ഒരു 7:30 വരെ ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാര്യം, നമുക്കിന്ന് വലിയൊരു പ്രോഗ്രാം നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടി വളരെ ദൂരെ നിന്നൊക്കെ ആളുകൾക്ക് സഞ്ചരിച്ച് കോട്ടക്കൽ എത്താനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കിയിട്ടാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ബിസിനസ്സുമായിട്ട് പറഞ്ഞു വരുമ്പോ ഈ ആന്തരികമായിട്ടുള്ള മാറ്റം, അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള മാറ്റം എന്നൊക്കെ പറഞ്ഞതിന്റെ ആകത്തുക എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും ഈ ബിസിനസ്സിനെ കാണുന്ന രീതികളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഒരാൾക്ക് യഥാർത്ഥത്തിൽ ചേഞ്ച് സംഭവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ
ലൈഫിൽ ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് പുതിയൊരു തലത്തിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത്? ചേഞ്ച് ദ വേ യു തിങ്ക്, ഫീൽ, സ്പീക്ക് ആൻഡ് ആക്ട്, ആൻഡ് യു ബിഗിൻ ടു ചേഞ്ച് യുവർ വേൾഡ് എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് കാര്യം. ചേഞ്ച് ദ വേ യു തിങ്ക്. നിങ്ങൾ ചിന്തിക്കുന്ന രീതികളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ചേഞ്ച് ദ വേ യു ഫീൽ. നിങ്ങൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളിൽ, നിങ്ങളുടെ ഫീലിങ്സിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ചേഞ്ച് ദ വേ യു ആക്ട്. നിങ്ങളുടെ പ്രവർത്തന രീതികളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ഫീലിങ്ങുകളിൽ, അഥവാ നമ്മുടെ വികാരങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ സംസാരങ്ങളിൽ ഒക്കെ മാറ്റം വരുത്താൻ ഒരാൾ തയ്യാറാവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം വളരെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. പക്ഷെ സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള ഗൈഡൻസ്, ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ആക്ച്വലി ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് ലഭിക്കാനുള്ള ഒരേ ഒരു സിമ്പിൾ ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് സിസ്റ്റവുമായിട്ട് കണക്ട് ആവുക എന്നുള്ളത് തന്നെയാണ്. സക്സസ് ബഡി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ നമ്മുടെ ചിന്താരീതികളിൽ മാറ്റം വരുത്താൻ തയ്യാറെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫീലിങ്ങുകളിൽ മാറ്റം വരുത്താൻ തയ്യാറാണ്. അതിനുള്ള ഫോർമുല സക്സസ് ബറി എന്ന ഓർഗനൈസേഷനിൽ നിക്ഷിപ്തമാണ്. നമ്മുടെ സംസാര രീതികളിൽ മാറ്റം വരുത്താൻ നമ്മുടെ സിസ്റ്റത്തിന് സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ബിസിനസ്സിൽ വിജയിക്കുന്നതിന് നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യണം. ഒരാൾ സ്വന്തമായിട്ടായിരിക്കും, ഒറ്റക്കായിരിക്കുമല്ലോ ഇത് തുടങ്ങുന്നത്. തുടങ്ങുന്ന സമയത്ത് നമുക്കറിയില്ല, നമുക്കൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നൊന്നും നമുക്കറിയില്ല. ഒരു പക്ഷേ പ്ലാൻ പ്രസന്റേഷനിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും, നിങ്ങളുടെ താഴെ 2 ആൾ വന്നു, അതിനുശേഷം 2 ആൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. മിക്കവാറും ആളുകൾ അതുതന്നെയാണ് ഈ ബിസിനസ് രീതി എന്നും വിചാരിക്കുന്നുണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീനിയോളജിയിൽ കുറെ ആളുകളുടെ പേര് കയറി എന്നുള്ളത് കൊണ്ട് നമുക്കൊരു ടീം ആകുന്നില്ല. പലപ്പോഴും തുടക്കക്കാരായിട്ടുള്ള ആളുകളോട്, ഈവൻ ടിസിമാരായിട്ടുള്ള ആളുകളോട് പോലും നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയുണ്ട് ടീം, എത്ര ആളുകളുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ മിക്കവാറും ആളുകൾ പറയാറുണ്ട്, എന്റെ വൈഫ് സെക്കൻഡ് ഓർഗനൈസേഷനിലുണ്ട്, എന്റെ ബ്രദർ ഫസ്റ്റ് ഓർഗനൈസേഷനിലുണ്ട്, എന്റെ ഹസ്ബൻഡിനെ ഞാൻ 2ാമത്തെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ചേർത്തിട്ടുണ്ട് എന്നൊക്കെ പറയും. എന്നാൽ ഈ ഹസ്ബൻഡ്, വൈഫ് അല്ലെങ്കിൽ ബ്രദർ ഇതുവരെ ഒരു GTS അറ്റൻഡ് ചെയ്തിട്ടില്ല, ഇതുവരെ ഒരു ഹൈ പ്ലേസ്മെന്റ് അറ്റൻഡ് ചെയ്തിട്ടില്ല, ഇതുവരെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടില്ല. അവരുടെ പേരുകളൊക്കെ അടിച്ചു ചേർത്തിട്ടുണ്ട്, മിനിമം പർച്ചേസും ചെയ്തിട്ടുണ്ട്. ഇതാണ് ടീം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. സത്യത്തിൽ തുടക്കക്കാരായ ആളുകൾ അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിക്കുന്നത്. എന്റെ ഓർഗനൈസേഷനിൽ കുറെ ആളുകളെ പേര് വന്നിട്ടുണ്ട്, ആളുകൾ വന്നിട്ടുണ്ട്, എന്റെ ലീഡർ പുതിയ ഒരാളെ ഇപ്പുറത്ത് ചേർത്ത് തന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. ആക്ച്വലി അതെല്ലാം ഓക്കെ, അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ ടീം എന്ന് പറയുന്നത് അതല്ല. എന്താണ് വലിയ രീതിയിലുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്? ഇവിടെയാണ് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് വേണ്ടത്, ടീമിലെ അംഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് അത് എന്ന് ഞാൻ പറയാം. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കണം. രണ്ടാമതായിട്ട് CEP, കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ അവരെ കണക്ട് ചെയ്യണം.
മൂന്നാമതായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഈ 3 കാര്യങ്ങളും നമുക്ക് പ്രാക്ടിക്കലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ വലിയൊരു ടീം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാകും. അതിലൂടെ ഈ ബിസിനസ്സിലൂടെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന റെസിഡ്യുവൽ ഇൻകം അല്ലെങ്കിൽ പാസീവ് ഇൻകം റെഗുലർ ആയിട്ട് നമുക്ക് വരുന്നുണ്ടാകും. ഈ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രോസസ്സിൽ എവിടെയെങ്കിലും പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ വലിയൊരു അനുഗ്രഹത്തെയാണ് നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത്, അല്ലെങ്കിൽ വലിയൊരു സാധ്യതയെയാണ് വേണ്ട എന്ന് വെക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ആദ്യം നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ സിസ്റ്റവുമായിട്ട് നമ്മൾ കണക്ട് ആയിട്ടുണ്ടോ, നമ്മുടെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അപ്ലൈൻ ലീഡ്, ഒരു മെന്റർ നമുക്കുണ്ടോ, സെയിം ടൈമിൽ നമ്മൾ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ കണക്റ്റഡ് ആണോ, അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള അതിന്റെ ഒരു ഒറിജിനാലിറ്റി നമ്മളിലുണ്ടോ. കാരണം ഈ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ക്ലോണിംഗ് പ്രോസസ്സാണ്. അഥവാ നമ്മളെ തന്നെ ഒരേ രീതിയിൽ പകർത്തപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ടീമിൽ വന്നിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, അവരിലുള്ള ഓരോരുത്തരുമായിട്ടും വളരെ നല്ല രീതിയിലുള്ള ഒരു ബന്ധം സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എന്ത് ബന്ധമാണ് സൃഷ്ടിക്കേണ്ടതായിട്ടുള്ളത്? ഒരു പക്ഷേ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അദ്ദേഹത്തെ ഞാൻ ദിവസവും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, വിശേഷങ്ങൾ ചോദിച്ചറിയാറുണ്ട് എന്നൊക്കെ പറയുന്ന കണക്ഷൻ, ഒരു പക്ഷേ മുൻപ് തന്നെ നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഒക്കെയായിരിക്കും നമ്മുടെ ടീമിൽ വന്നിട്ടുണ്ടാകുക. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമാണ്. അതുവരെ നമുക്കുണ്ടായിരുന്ന ബന്ധമല്ല ഇവിടെ ഉണ്ടായിരിക്കേണ്ടത്. അതുവരെ നമുക്കുണ്ടായിരുന്ന സുഹൃത്ത്, ഓക്കെ, അത് ശരി തന്നെയാണ്. പക്ഷേ ഈ ബിസിനസ്സിൽ വലിയ രീതിയിൽ വിജയം ഉറപ്പിക്കുന്നതിന് വലിയൊരു ചേഞ്ച് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നടക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചേഞ്ച് ദ വേ യു തിങ്ക്. അദ്ദേഹം ചിന്തിക്കുന്ന രീതികളിൽ നിന്ന് അദ്ദേഹത്തെ ഒന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ചേഞ്ച് ദ വേ യു ഫീൽ. അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സന്ദർഭത്തിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന ആളായിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ഔട്ടർ വേൾഡിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിസരങ്ങളിൽ അദ്ദേഹത്തിന്റെ പുറമേ നിന്നുള്ള ചില ചെറിയ ചെറിയ ഇൻസ്പിരേഷനോ അല്ലെങ്കിൽ ചെറിയ ചെറിയിട്ടുള്ള ആക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും അതിനെ പ്രതികരിക്കുന്ന ആളായിട്ടുണ്ടാവാം. അത്തരത്തിലുള്ള സ്വഭാവക്കാരായിരിക്കാം. പക്ഷെ അതേ സ്വഭാവം വെച്ചുകൊണ്ട് ഇതിൽ വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. ചേഞ്ച് ദ വേ യു ആക്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ, അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ചേഞ്ച് വരുത്തേണ്ടതായിട്ടുണ്ട്. ചേഞ്ച് ദ വേ യു സ്പീക്ക്. അദ്ദേഹം സംസാരിക്കുന്ന രീതികളിൽ, കാര്യം ഓരോ വാക്കുകൾക്കും ഓരോ പ്രവർത്തനങ്ങൾക്കും വലിയൊരു എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരിക. അപ്പൊ ഇവിടെ ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ബിൽഡിങ്ങിൽ, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ബിൽഡിങ്ങിൽ, അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷണൽ സ്കില്ല്, അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് സ്കില്ല്, അദ്ദേഹത്തിന്റെ ആളുകളുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം പതുക്കെ പതുക്കെ പരിപോഷിപ്പിച്ചെടുത്ത് വലിയൊരു ലീഡർഷിപ്പിലേക്ക് അദ്ദേഹത്തിന്റെ വരുമാനത്തിലും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും അദ്ദേഹത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും വലിയൊരു ചേഞ്ച് വരേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിന് വലിയൊരു ടീം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ട് മാറേണ്ടതായിട്ടുണ്ട്. ആ ടീമിനെ അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് നയിക്കാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്.
ഇത് നമ്മുടെ പഴയ സുഹൃത്തിനെ നമ്മൾ ഇതുവരെ കണ്ട രീതിയിലാണ് കാണുന്നതെങ്കിൽ സാധിക്കുമോ? നമ്മുടെ ബന്ധുവാണ്, ജ്യേഷ്ഠനാണ്, അനിയനാണ്, വൈഫാണ്, ഹസ്ബൻഡാണ്, മകനാണ് എന്ന് കരുതിയിട്ട് നമുക്ക് അതേ ബന്ധമാണ്, അതേ രീതിയിലാണ് നമ്മൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് സാധിക്കുമോ? കാര്യം ഇതില് നമുക്ക് അവർക്ക് ഓരോരുത്തർക്കും മിനിമം 2 ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്ത് അവർക്ക് ചെറുതും വലുതുമായിട്ടുള്ള വരുമാനങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. വരുമാനം ഉണ്ടാകുന്നതിന് ആളുകളുമായി ബന്ധപ്പെടുന്നത്, ആളുകളെ കണക്ട് ചെയ്യുന്നതിന്, അവരെ പ്രോഗ്രാമിലേക്ക് എത്തിക്കുന്നതിന് പല രീതിയിലുള്ള സ്കില്ലുകൾ, പ്ലാൻ പ്രസന്റേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. പ്രോഡക്റ്റ് പ്രസന്റേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. ഒരു പ്രശ്നവുമായിട്ടൊരു ഡിസ്ട്രിബ്യൂട്ടർ വരുന്ന സമയത്ത് ആ പ്രശ്നം ആവർത്തിക്കാതെ സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ട് മാറേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ കുറെ ആളുകളുടെ പേരുണ്ടെന്ന് കരുതിയിട്ട്, കുറെ ആളുകളെ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ട് അവരൊക്കെയാണ് നമ്മുടെ ടീം എന്ന് പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? വല്ല കാര്യമുണ്ടോ? അപ്പോ 2 കാര്യങ്ങളാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, നമ്മൾ ഓരോരുത്തരും നമ്മൾ ചേഞ്ച് തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് സിസ്റ്റവുമായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെയിം ടൈമിൽ തിരിച്ചും നമ്മൾ ആളുകളെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇത് ഒരു വലിയൊരു പ്രോസസ്സാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഒന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഇന്നത്തെ ദിവസം മുതൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. മാറാൻ തയ്യാറാണ് എന്ന് ഒരാൾ വിശ്വസിക്കാൻ തയ്യാറാകണം. ആ മാറാൻ തയ്യാറാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ നമുക്ക് ഗൈഡ് ചെയ്തെടുക്കാൻ, അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് ഈസിയാണ്. അപ്പൊ അതിനെന്താണ് മാർഗം? അതിനാണ് ഞാൻ 2ാമതായിട്ട് പറഞ്ഞത്. അത് അങ്ങനെയുള്ള ഒരു ബന്ധം, റിലേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ വേറെ പല കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് അയാളുടെ ചേഞ്ച്, അയാളുടെ പെർസെപ്ഷൻ, തോട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു ബന്ധം. പക്ഷേ ഈ ബന്ധം അത് കൂടുതൽ കൂടുതൽ അടുത്തു വരുന്ന സമയത്ത് നമുക്കറിയാൻ സാധിക്കും, അതിന് പ്രത്യേക പേര് നൽകാൻ സാധിക്കില്ല. അത് ഹസ്ബൻഡ് റിലേഷൻ ആണോ, അല്ലെങ്കിൽ അച്ഛൻ മകൻ റിലേഷനോ, അല്ലെങ്കിൽ ബ്രദേഴ്സ് തമ്മിലുള്ള റിലേഷൻ ആണോ, അയൽവാസി തമ്മിലുള്ള റിലേഷൻ ആണോ, സുഹൃത്തുക്കൾ തമ്മിലുള്ള റിലേഷൻ ആണോ എന്നൊന്നും ചോദിച്ചാൽ നമുക്കതിന് പ്രത്യേകമായിട്ടൊരു പേര് പറയാനൊന്നും സാധിക്കില്ല. പക്ഷേ 1-2 ദിവസം അല്ലെങ്കിൽ ദിവസത്തിൽ ഒരിക്കലെങ്കിലും കണക്ട് ആയില്ലെങ്കിൽ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു ഫീലിംഗ് വരാൻ വേണ്ടി തുടങ്ങും. കാര്യം 2 പേർക്കും അറിയാം, അപ്ലൈനും അറിയാം, ഡൗൺലൈനും അറിയാം, എന്റെ വളർച്ചയ്ക്ക് എന്തോ ഒന്ന് 2 ആളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ലഭിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ടീം, ആ ലീഡർ, അദ്ദേഹം വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, വളരെ സെൽഫ് പർച്ചേസിംഗ് ആയിട്ടുള്ള ഒരു ടീം ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ടാകും. അതിനെന്താണ് ആവശ്യം? അതിനാവശ്യം CEP, കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. ഞാനിന്ന് പ്രത്യേകിച്ച് ഇത് എടുത്തു പറയാനുള്ള കാര്യം, നമുക്കിന്ന് വലിയൊരു ട്രെയിനിങ് കോട്ടക്കലിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങൾ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ ആളുകളോട് ഞാൻ പറയുന്നത്, ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയേക്കുക. അതൊരിക്കലും ആ വിളിക്കുന്ന ആൾക്ക് വേണ്ടിയുള്ളതല്ല. ആ വിളിക്കുന്ന ആളുടെ എന്തെങ്കിലും നേട്ടത്തിനാണെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. കാര്യം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ലോകമല്ല, നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരുന്നതല്ല നമ്മൾ തന്നെ. നിങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിന്റെ 10,000 മടങ്ങ് പവർ നിങ്ങളിലുണ്ട്, നിങ്ങളിൽ ഉണ്ട്. അത് ഒന്ന് തേച്ചു മിനുക്കി അതിനെ പുറത്തെടുക്കാൻ ഒരു ഓർഗനൈസേഷൻ സാധിക്കും, ഒരു ലീഡർക്ക് സാധിക്കും. കാര്യം ഓരോരുത്തരിലും ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ.
കാര്യം വളരെ ഒരു 10% അല്ലെങ്കിൽ 1% മാത്രമാണ് നമ്മുടെ ബോധ മനസ്സുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ ബോധ മനസ്സുകൊണ്ട് എന്റെ കൈ എനിക്ക് മുകളിലേക്ക് ഉയർത്തണമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഉയർത്താൻ പറ്റും. എന്റെ കണ്ണൊന്ന് അടക്കണമെന്ന് ചിന്തിക്കുമ്പോൾ എന്റെ കണ്ണടക്കാൻ എനിക്ക് സാധിക്കും. എനിക്ക് സംസാരിക്കണമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ സാധിക്കും. പാട്ട് പാടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എനിക്ക് പാട്ട് പാടാൻ സാധിക്കും. ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ ചിന്തിച്ചാലും നടക്കാത്ത പല കാര്യങ്ങളും എന്റെ ശരീരത്തിൽ നിരന്തരമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ കഴിച്ച ഭക്ഷണം ദഹിപ്പിക്കണമെന്ന് ഞാൻ ചിന്തിച്ചാൽ എനിക്ക് ദഹിപ്പിക്കാൻ സാധിക്കില്ല. എന്റെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോഴല്ല അത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ ജീവൽ പ്രവർത്തനങ്ങൾ ഞാൻ ആഗ്രഹിക്കുമ്പോഴല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വലിയൊരു ശക്തി വിശേഷം ഓരോരുത്തരിലും സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ശക്തിയെ നമുക്ക് നമ്മുടെ ജീവിതാഭിലാഷങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ആ കപ്പാസിറ്റിയിലേക്ക് ഒരാളെ ചേഞ്ച്, അദ്ദേഹം ചിന്തിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹം എഴുതിവെച്ചിട്ടുള്ള സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നതിന് നാം ആദ്യം പറഞ്ഞിട്ടുള്ള ഈ ബോധ മനസ്സിന്റെ ശക്തി മാത്രം പോരാ, വലിയൊരു വൃത്യം നമ്മളിലുണ്ട്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും വളരെ താഴ്മയോടുകൂടി എല്ലാം ചെയ്തു തരുന്നൊരു വൃത്യനാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് എന്ന് പറയുന്ന ആ അത്ഭുത വിളക്ക് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. അതിനെ ഒന്ന് കത്തിച്ചെടുക്കാൻ, അതിനൊന്ന് റീഇഗ്നൈറ്റ് ചെയ്തെടുക്കാൻ അതൊരു ഓർഗനൈസേഷനെ കൊണ്ട് സാധിക്കും. അതൊരു പക്ഷേ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളിൽ അത് ആളി കത്തുന്നുണ്ടാകും. നമ്മുടെ ലീഡറുമായിട്ട് സംസാരിക്കുമ്പോൾ, നമ്മളൊരു ബുക്ക് വായിക്കുന്ന സമയത്ത് ഏത് സമയത്താണ് അതിനെ ഒന്ന് റീഇഗ്നൈറ്റ് ചെയ്ത് അതിനൊന്ന് ആളിക്കെത്തിക്കാൻ കഴിയുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് പരിപൂർണമായിട്ടുള്ള സിസ്റ്റം സബ്മിഷനും ട്രെയിനിങ്ങുകളും ഗൈഡൻസും ലീഡേഴ്സുമായിട്ടുള്ള കണക്ഷനും ഒരാൾക്ക് അത്യന്താപേക്ഷിതമാണ്. അല്ലാതെ നമ്മൾ 2 പ്രോഡക്റ്റ് വിൽക്കുന്നു, അത് വാങ്ങുന്നു, കൊടുക്കുന്നു, ചെയ്യുന്നു, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതി കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ആ പഴയ ലൈഫ് സ്റ്റൈൽ തന്നെയായിരിക്കും നമ്മള് ആ പഴയ ചിന്താഗതി തന്നെയായിരിക്കും നമ്മളിൽ ഉണ്ടാവുക. അപ്പോ ഇന്ന് നമ്മളുടെ ജീവിത നിലവാരം എന്താണ്? ആ ജീവിത നിലവാരം തന്നെയാണ് അടുത്ത വർഷങ്ങളിലും വേണ്ടതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കണമെന്നില്ല. അതല്ല 1, 2, 3 വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സ്വപ്നം കാണുന്ന ആളുകൾക്ക് ഈ പറഞ്ഞിട്ടുള്ള കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം നിർബന്ധമാണ്. റിലേഷൻഷിപ്പ് ബിൽഡിംഗ് നിർബന്ധമാണ്. ഡ്യൂപ്ലിക്കേഷൻ നിർബന്ധമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണോ ആയിട്ടുള്ളത് അതേപോലെയുള്ള കുറെ ആളുകൾ നമ്മുടെ താഴെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത്. നിങ്ങൾ നല്ലൊരു പ്ലാൻ പ്രസന്റർ ആണ്, നിങ്ങൾ എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുത്ത്